മുംബൈ ഭീകരാക്രമണ കേസിൻ്റെ സൂത്രധാരൻ തഹാവൂർ റാണയെ ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ ഇതാ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. റാണയ്ക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഈ റാണയുടെ വരവ് മുംബൈ ഭീകരാക്രമണ കേസിൻ്റെ ആസൂത്രണം സംബന്ധിച്ച പുതിയ എന്തെങ്കിലും തെളിവുകൾ നൽകുമോ? ഇന്ത്യക്കകത്തും പുറത്തും ആരൊക്കെയാണ് ഈ സംഭവത്തിന് പുറകിൽ പ്രവർത്തിച്ചത്? ഇപ്പോഴും രംഗത്ത് വരാതെ, പകൽ വെളിച്ചത്തിൽ വരാതെ ഒളിഞ്ഞിരിക്കുന്ന ഛിദ്രശക്തികൾ ആരൊക്കെയാണ് എന്ന് റാണയ്ക്ക് പറയാൻ കഴിയും? റാണയ്ക്ക് പറയാൻ കഴിയുമെന്ന് വെച്ചാൽ റാണയെ കൊണ്ട് പറയിപ്പിക്കും. ആ റാണയെ കൊണ്ട് പറയിപ്പിക്കുമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ, അതായത് അഹമ്മദാബാദിലെ അഹമ്മദാബാദിലെ സ്ഫോടനങ്ങൾക്ക് ശേഷം, അതിനെ സംബന്ധിച്ച് വിധി വന്ന ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രസ്താവന ചെയ്തു. കാലങ്ങൾ കാത്തിരുന്ന ശേഷമാണത്. കാത്തിരുന്നിട്ട് അവസരം വന്നപ്പോൾ പ്രസ്താവന കൊടുത്തതാണ്. When I was the Chief Minister of Gujarat, the Ahmedabad serial bomb blast took place. I can never forget that day when the earth was saddened by the blood of the victims of the serial blast. There were uncontrolled tears. I picked up the blood-soaked soil and took a sankalp that my government will track these terrorists even from Padal and punish them. വിളിച്ചാലും അഹമ്മദാബാദ് ഇത് 26-15 അല്ല ഞാൻ പറയുന്നത്. അതെ, മനസ്സിലായി. അഹമ്മദാബാദ് സ്ഫോടനം കഴിഞ്ഞപ്പോൾ അന്ന് അതിൻ്റെ വിധി വന്ന ശേഷം, അന്നല്ല വിധി വന്ന ശേഷം, അതുമായി സംബന്ധിച്ച് ബന്ധി വന്ന ശേഷം മോദി പറയുകയാണ്, എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല സംഭവം. അഹമ്മദാബാദിൻ്റെ മണ്ണ് ചോര കൊണ്ട് നനഞ്ഞു. ആ മണ്ണ് കയ്യിലെടുത്തു ഞാൻ ദൃഢസങ്കല്പം ചെയ്തു, ഇതിനൊക്കെ കാരണക്കാർ ഏത് പാതാളത്തിലാണെങ്കിലും അവിടെ ഞാൻ പൊക്കിക്കൊണ്ടുവരും, ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. മോദി വീണ്ടും വാക്ക് പാലിക്കുകയാണ്. ഈ തഹാവൂർ റാണയുടെ വരവെന്ന് പറയുന്നത് അങ്ങ് ചോദിച്ചതുപോലെ 26/11 കുറിച്ച് മാത്രമല്ല. അതെ, 26/11 മുമ്പും അതിനുശേഷവുമായി നടന്ന ഭാരതത്തിലെ നിരവധി ഭീകര പ്രവർത്തനങ്ങളുടെ അകത്തും പുറത്തുമുള്ള ശൃംഖല അത് തുറന്നു കാട്ടുന്നതിനൊരു അവസരമായിട്ട് ഇത് മാറാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ചർച്ച തുടങ്ങേണ്ടത് തന്നെ അവിടെ നിന്നാണ്. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സ്വന്തം ജീവൻ കൊണ്ട് ഭാരതത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രതിരോധത്തിന് വേണ്ടി ബലി കൊടുത്ത സന്ദീപ് ഉണ്ണികൃഷ്ണൻ. അതുപോലെ ഓർക്കേണ്ട പേരാണ് പ്രാണേഷ് പിള്ള എന്ന് പറയുന്ന ജാവേദ് ഷെയ്ഖ്. ഒന്നാമത്തേത് ധീരനായ രക്തസാക്ഷിയുടെ ചരിത്രമാണെങ്കിൽ, അഭിമാനത്തിന്റെ ചരിത്രം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തേത് കൊടും ചതിയനായ രാജ്യദ്രോഹിയുടെ പേരാണ് രണ്ടാമത്തേത്. ഒന്നും കൂടെ ഞാൻ പറയാം, അത് അങ്ങേപ്പോലുള്ള മാധ്യമ രംഗത്തുള്ളവർ ശ്രദ്ധിക്കേണ്ട ചില പേരുകളാണ്. അത് നമ്മുടെ ബർക്കാദത്തിനെ പോലുള്ളവര്. അന്ന് ആ 4 ദിവസം നീണ്ടുനിന്ന ഭീകര താണ്ഡവം അവിടെ നടക്കുമ്പോൾ അവർ ചെയ്തെന്താണെന്ന് അറിയുമോ? ഇതിൻ്റെ എല്ലാം ദൃശ്യങ്ങളെടുത്ത് അവർ സോഷ്യൽ മീഡിയയിൽ കൂടെ, പുതിയ മാധ്യമത്തിൽ കൂടെ ലോകം മുഴുവൻ ആക്കി കൊടുത്തു. TV ഒക്കെ അത് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. NDTV ഒക്കെ അതിന് റണ്ണിങ് കമൻട്രി പോലെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പാകിസ്ഥാനിലിരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നവർക്കും വളരെ ഉപകാരമായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആ ഹോട്ടൽ താജിന്നാണ് എൻ്റെ ഓർമ്മ. ആ ഒരു ഹോട്ടലിനകത്തുനിന്ന് ഒരാൾ ഓടിയിറങ്ങി രക്ഷപ്പെടുക. ആ ഓടിയിറങ്ങി രക്ഷപ്പെടുന്നയാളിനെ പിടിച്ചു നിർത്തി ബർക്കാദത്ത് ഇൻ്റർവ്യൂ നടത്തി. അപ്പം ഞാൻ ഓടുകയാണ്, എൻ്റെ ഭാര്യ അതിനകത്ത് വിട്ടുപോയി. ഭാര്യ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഇയാളെ കൊണ്ട് ബർക്കാദത്ത് പറയിപ്പിച്ചു. പാകിസ്ഥാനിലിരിക്കുന്ന ഓപ്പറേറ്റർക്ക് അത് മനസ്സിലാക്കി അവരുടെ ആളുകൾ കൊടുക്കാനുള്ള അവസരം കൊടുത്തു. അത് എവിടെയായിരിക്കുന്നെന്ന് മാധ്യമം വഴി അറിഞ്ഞു, ദൃശ്യമാധ്യമം വഴി പാകിസ്ഥാനിൽ അറിഞ്ഞു. അവരത് ഈ ടെററിസ്റ്റ് ഓപ്പറേഷൻ നടത്തുന്നവർ കൊടുത്തു. നോക്കണം എത്ര ക്രൂരമായ
ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഭാരതത്തിനകത്തും പുറത്തും നിൽക്കുന്നവർ ബന്ധപ്പെട്ട ഒരു സംഭവമായിരുന്നു അത്. ആ സംഭവത്തിൻ്റെ പല കാര്യങ്ങളിലേക്കും എനിക്കും അങ്ങേക്കും അറിയാം. ചുരുങ്ങിയ സമയത്തുള്ളിൽ ദീർഘമായ ചർച്ച കഴിയില്ല, അതിന് നമുക്ക് മറ്റൊരു അവസരം നോക്കാം. എങ്കിലും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അത് പാകിസ്ഥാനിൽ ഒരേ സമയത്ത് ജനിച്ച് വളർന്നവരാണ് ഈ റാണയും അതുപോലെ ഡേവിഡ് ഹെഡ്ലിയും. ഒരേ സ്കൂളിൽ പഠിച്ച് വളർന്നവരാണ്. ഒരാൾ ഈ റാണ പിന്നീട് ആ ചരിത്രത്തിൽ ഞാൻ പോകുന്നില്ല, കാനഡയിൽ ചെന്നു, കനേഡിയൻ പൗരത്വമുണ്ട്, ഡെന്റിസ്റ്റാണ് അയാൾ. മറ്റേ ഇന്റർനാഷണൽ വിസ ഏജൻസിയൊക്കെ നടത്തി അങ്ങനെ കാര്യങ്ങൾ പോകുന്നു. മറ്റേ ആളാണെങ്കിൽ ഡേവിഡ് ഹെഡ്ലി ആണെങ്കിൽ ഡബിൾ ഏജന്റാണ്. ഒരേ സമയത്ത് തന്നെ അമേരിക്കയുടെയും ഏജന്റാണ്, ഒരേ സമയത്ത് പാക് ISIയുടെയും കോണ്ടാക്ട് ഉണ്ട്. അവിടെ ഈ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട മയക്കുമരുന്നുമായിട്ട് ബന്ധ ചില കാര്യങ്ങളിൽ ഇൻഫോർമറായിരുന്നത് കൊണ്ടാണ് അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗം CIA മറ്റൊക്കെ ഇദ്ദേഹത്തെ സംരക്ഷിച്ചതും ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും. 35 വർഷത്തെ തടവ് കൊടുത്ത് അവിടെ ഇട്ടിരിക്കുന്നതിൻ്റെ കാരണം തന്നെ ശരിക്കും അയാൾക്ക് സംരക്ഷണം ഒരുക്കി കൊടുക്കുന്നത്. പിന്നെ വേറൊന്ന്, അതിനുശേഷം ഭാരതം ഭരിച്ചിരുന്നത്, നമുക്ക് ആ കാലത്ത് ഭരിച്ചിരുന്നത് നമുക്കറിയാം, 2008 സോണിയ മൻമോഹൻ സിംഗ് ടീം. അവർക്കും ഇവരും കൂടി കിട്ടാതിരിക്കുന്നതായിരുന്നു സൗകര്യം. ഒരു പക്ഷേ ഇവർ രണ്ടുപേരും മരിച്ചു പോയിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുമായിരുന്ന വ്യക്തിയും ഇവരൊക്കെ തന്നെയാണ്. കാരണം ഭാരതത്തിൽ ഇല്ലാത്ത സാഫ്രൻ ടെറർ, ഇല്ലാത്ത കാവ്യ ഭീകരത, ഇല്ലാത്ത ഹിന്ദു തീവ്രവാദം ഉണ്ട് എന്ന് ധരിപ്പിക്കാൻ വേണ്ടി അവർ കണ്ടമാനം അധ്വാനിച്ചൊരു കാലഘട്ടമായിരുന്നു. അങ്ങ് ഓർക്കുന്നുണ്ടാകും, അജ്മൽ കസാബിനെ ജീവനോടെ പിടിക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ അതിന് ഇടവരുത്തിയ ആ തുക്കാറാം ഓംബ്ലെ, പോലീസ് കോൺസ്റ്റബിൾ, അദ്ദേഹം ജീവൻ പോലും ബലിയർപ്പിച്ച് അതിന് തയ്യാറായില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അജ്മൽ കസാബിൻ്റെ പേര് വല്ല കൃഷ്ണൻകുട്ടിയെന്നോ ഗോപാലനെന്നോ നാരായണ ശർമ്മയെന്നോ ഒക്കെ പേരും കൂടെ കൊടുത്തിട്ട് വേണ്ടി വന്നാൽ സോണിയാഗാന്ധിയുടെ സർക്കാർ ആ പേരിൽ ആധാർ കാർഡ് വരെ ഉണ്ടാക്കിയേനെ. എന്നിട്ട് ഇത് മുഴുവൻ ഹിന്ദുക്കളുടെ മുകളിൽ അതിൻ്റെ കണ്ണിങ്ങിന് ഓർക്കണം. അവിടെ കൊല്ലപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഹേമന്ത് കർക്കറെ. ഈ ഹേമന്ത് കർക്കറെ എന്ന് പറഞ്ഞാൽ സംജോത എക്സ്പ്രസ് കേസിൽ പാകിസ്ഥാനികളാണ് പ്രതികളെന്ന്, ഇസ്ലാമിക തീവ്രവാദികളാണ് പ്രതികളെന്ന ലോകവും അമേരിക്ക ഉൾപ്പെടെപ്പെട്ട അന്വേഷണ ഏജൻസികളും പറഞ്ഞെടുത്ത് പോലും കയ്യിൽ പിടിച്ചു കഴിഞ്ഞ ആ പാകിസ്ഥാനി പൗരന്മാരെ തുറന്നു വിട്ടിട്ട് അവരെ സ്വതന്ത്രരാക്കി വിട്ടിട്ട് കള്ളക്കേസുണ്ടാക്കി സാധ്വി പ്രഗ്യാ സിംഗിനെയും കേണൽ പുരോഹിത്തിനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് ക്രൂരമായി പീഡിപ്പിച്ച ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ നേതാവായിരുന്നു ഹേമന്ത് കർക്കറെ. അപ്പൊ ഹേമന്ത് കർക്കറെ എന്ന് അത് തന്നെയല്ല, ആലോചിച്ച് നോക്കണം. അങ്ങോട്ട് യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതെ ഊർജ്ജസ്വലമായിട്ട് കയറി ചെന്ന ചെറുപ്പക്കാരിയായ സാധ്വി പ്രഗ്യ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പുറത്തേക്ക് അവരെ കൊണ്ടുവരുന്നത് എടുത്തോണ്ട് ആംബുലൻസ് കടത്തിയ. പോലീസുകാരെ അടിക്കുമ്പം അങ്ങനെയല്ല ഇങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് പറഞ്ഞാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായിരുന്ന ഈ കർക്കറെ പോലുള്ളവരെ ബെൽറ്റ് ഊരി അടിച്ച് കാണിച്ചു കൊടുത്തെന്നാണ് പറയുന്നത്. അത്ര ക്രൂരമായി ആ മർദ്ദനങ്ങളൊക്കെ സഹിച്ച ആ ഒരു കേസ് നിലനിൽക്കുമ്പം ഹേമന്ത് കർക്കറെ ആരെങ്കിലും വെടിവെച്ച് കൊന്നെങ്കിൽ അത് ഹിന്ദു പക്ഷമാണെന്ന് സ്ഥാപിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരു കഥയൊക്കെ മെനഞ്ഞെടുക്കാൻ വേണ്ടി സോണിയയും രാഹുലും ഒക്കെ തയ്യാറായിരിക്കുമ്പോഴാണ്, മൻമോഹൻ സിംഗ് തയ്യാറായിരിക്കുമ്പോഴാണ്, ഈശ്വരൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയാം, ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടും അജ്മൽ കസാബിന് ജീവനോടെ കിട്ടി. ആ തുക്കാറാം ഓംബ്ലെയുടെ സംഭാവനയാണ് ഭാരതത്തെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്. അതവിടെ നിൽക്കുന്നു. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിലെ മറ്റു വിഷയങ്ങൾക്കൊക്കെ അപ്പുറം പോകുന്നതിനോടൊപ്പം തന്നെ ചിന്തിക്കേണ്ട വിഷയമാണ് ഇത്. കേവലം സമയക്കുറവുള്ള ഇതിൽ കിടക്കുന്നത് കേവലം 26/11 ബന്ധപ്പെട്ട അന്വേഷണം മാത്രമല്ല. അവിടെ വേറൊരു കാര്യം നിങ്ങൾ അറിയണം. ഈ ലഷ്കർ-എ തൊയ്ബ പദ്ധതിയിട്ടിട്ടുള്ള ഒരു അക്രമങ്ങളുടെ ശൃംഖലയുണ്ടായിരുന്നു. ആ പരമ്പരയ്ക്കകത്ത് അവർ കരുതി വെച്ച് അവർ കൊടുത്ത പേര്
മച്ചലി എന്നാണ് കൊടുത്തിരുന്നത്. മച്ചലി 1, മച്ചലി 2, മച്ചലി 3, മച്ചലി 4, മച്ചലി 5. 5 ആക്രമണ 5 പേര് വ്യക്തികളെ. ഈ ഒന്നാമത്തെ മച്ചലി ആരാന്നറിയോ? മച്ചലി 1 ആരാണ്? നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ബാലസാബ് താക്കറെ. ബാൽ താക്കറെ, ബാൽ താക്കറെ ശിവസേന അധ്യക്ഷനായ ഇപ്പോഴത്തെ ഉദ്ധവ് താക്കറയുടെ അച്ഛൻ. 1. രണ്ടാമത്തെ ആരാണെന്നറിയോ? മച്ചിലി 2 പ്രവീൺ തൊഗാഡിയ. അക്കാലത്തെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവാണ്. അന്ന് അദ്ദേഹം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു, പിന്നീട് അഖിലേന്ത്യാ മൂന്നാമത്തെ മച്ചിലി 3 അശോക് സിംഗാൾ. അദ്ദേഹം അന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അതെ അതെ. 4ാമത്തെ മച്ചിലി 4 LK അഡ്വാനി. അതും പരിചയപ്പെടുത്തണ്ടല്ലോ. 5ാമത്തെ മച്ചിലി നരേന്ദ്രമോദി. ഈ 5 പേരുടെയും പേര് പറഞ്ഞു കൊടുത്തിട്ട് അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ലഷ്കർ എ തൊയ്ബയും ഈ പറയുന്ന റാണയും ഒക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പ്രാണേഷ് പിള്ളയെയും ഇഷ്റത് ജഹാനെയും ഒക്കെ വളർത്തിക്കൊണ്ട് വന്ന് ഒരു ശൃംഖലയുണ്ടാക്കി വേണ്ട തരത്തിൽ, അവർക്ക് വേണ്ട തരത്തിൽ ഭാരതത്തിൽ അപകടങ്ങൾ, ഭീകര താണ്ഡവം സാധിക്കുന്നുള്ള സാധ്യത നോക്കിയത്. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടി. ആ സംഭവത്തിന് കൊടപിടിക്കുന്ന പണിയാണ് അന്നത്തെ സർക്കാരായിരുന്ന മൻമോഹൻ സോണിയ സർക്കാർ ചെയ്തത്. അതിന് അവർക്ക് കാരണമുണ്ട്. കാരണം നമ്മൾ ഓർക്കണം, 2004 സോണിയ സർക്കാർ, മൻമോഹൻ സർക്കാർ എന്ന് പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ പിന്തുണ, ചൈനയുടെ പിന്തുണ, പാകിസ്ഥാന്റെയും മുസ്ലിം തീവ്രവാദികളുടെ പിന്തുണ, ഈ 3 പിന്തുണയും ഭാരതത്തിന് പുറത്തുനിന്നും അവരെ പിന്താങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ, CPM, CPI, ഒവൈസിയുടെ പാർട്ടി, കുഞ്ഞാലിക്കുട്ടിയുടെ പാർട്ടി, സോണിയയുടെ പാർട്ടി, ഇതെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന സാഹചര്യത്തിലാണ് ആ സർക്കാർ വരുന്നത്. അപ്പം ആ സർക്കാർ നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു ഭീകരതാണ്ഡവം ഉണ്ടാവുന്നതും അതിന് ഞാനീ പറഞ്ഞ ഡയമെൻഷൻസൊക്കെ ഉണ്ടാവുന്നതും നടത്തിയ പല പരിശ്രമങ്ങളും പരാജയപ്പെടുന്നതും അതിൻ്റെ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ഗുജറാത്ത് സർക്കാരിന് ഇല്ലാതാക്കേണ്ടി വന്ന പ്രാണേഷ് പിള്ളയെയും ഇഷ്റത് ജഹാനെയൊക്കെ കൊന്നതിൻ്റെ പേരിൽ ഇല്ലാത്ത കള്ളക്കഥകളുണ്ടാക്കി അവരെയൊക്കെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ട വ്യക്തികളാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് എൻ്റെ ഉദ്ദേശം തീർച്ചയായും ഇത് ഭീകരവാദത്തിൻ്റെ അടിവേരുകളിലേക്ക്, മാത്രമല്ല സാർ, നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് ഭീകരവാദത്തിൻ്റെ അടിവേരുകളിലേക്ക് എത്തുന്നുള്ള അവസരമായത്. ഒപ്പം തന്നെ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെ പോലെ, ആ ഒമ്പളെ പോലെ ഒക്കെ രാജ്യത്തിന് വേണ്ടി ചോര കൊടുത്ത, ഇന്ന് അവിടെ ഞാൻ കേട്ടു, ഇന്നൊരു TV യിൽ ഒരു മധ്യവയസ്കൻ പറയുന്നത് കേട്ടു, പ്രധാനമന്ത്രിയോട് എനിക്കൊരു അപേക്ഷയുള്ളൂ, 3 മാസത്തിൽ കൂടുതൽ ഇവനെ ലോകത്ത് വെച്ചുകൊണ്ടിരിക്കരുതെന്ന്. അതാണ് ഭാരതത്തിൻ്റെ വികാരം. അങ്ങെന്താ പറയാൻ ചോദിക്കാമെന്ന്? തീർച്ചയായും ഞാൻ പറയാൻ വന്നത്, ഈ ഇന്ത്യക്കകത്തുള്ള ഇവരെ സഹായിച്ച ആൾക്കാരെ കൂടി ഈ കാര്യത്തിൽ കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കില്ലേ നമുക്കിനി? പക്ഷെ അവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നത്തെ സർക്കാർ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അവർക്ക് ആവശ്യമില്ലാതെ സഹായത്തിന് ആളുകൾ പിന്നെയും വരുന്നതിനിടയാക്കും. നമ്മുടെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത് ഭാരതത്തിന് അട്ടിമറിക്കാൻ വേണ്ടി അവർ ചെയ്ത പ്രവൃത്തിയാണ്. അതിന് കൂടുതൽ ഊന്നൽ കൊടുക്കുകയും മറ്റ് കാര്യങ്ങൾക്ക് ഒരു പക്ഷേ അത് എൻ്റെ നേരെയല്ലായിരുന്നു, അതായത് മോദിക്ക് നേരെയല്ലായിരുന്നു, അഡ്വാനിക്ക് നേരെയല്ലായിരുന്നു, മറ്റാർക്കും ഒന്നും ചെയ്യാനും പറ്റിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ രാജ്യത്തിനെതിരെ ഉയർത്തിയ ഭീകരതയുടെ അടിവേരുകളിലേക്ക് എത്തിച്ചേരുന്നതിനായിരിക്കും കൂടുതൽ ഊന്നൽ കൊടുക്കുക എന്നാണ് എൻ്റെ ധാരണ. അതാണ് രാഷ്ട്രീയമായി ശരിയും എന്നാണ് എൻ്റെ പക്ഷം. സാർ, ഇന്നും അജ്ഞാതൻ പാകിസ്ഥാനിൽ വിളയാടിയിട്ടുണ്ട്. നമ്മുടെ മസൂദ് അസറിൻ്റെ, ലഷ്കർ ഇ തോയ്ബയുടെ തലവൻ, ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനൊക്കെയാണ് മസൂദ് അസർ. അയാളുടെ ഏറ്റവും അടുത്ത ബന്ധുവും ഈ ചെറുപ്പക്കാരെ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാളുണ്ട്. ആ ആളിന്ന് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു. അജ്ഞാതൻ്റെ ആക്രമണത്തിൽ വെടിയേറ്റാണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും
നമ്മുടെ ഇതൊക്കെ രാജ്യത്തിന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 1000 വർഷം ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്യുമെന്നാണ് സുൽഫിക്കർ അലി ഭൂട്ടോ എന്ന് അതെ പ്രഖ്യാപിച്ചത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ബേനസീർ ഭൂട്ടോയുടെ ഒരു ബേനസീർ ഭൂട്ടോ അത് ആവർത്തിച്ചു. VP സിംഗ് കൊടുത്തൊരു മറുപടിയുണ്ട്, വിശ്വനാഥ് പ്രതാപ് സിംഗ് അന്നത്തെ കാലത്ത്. 1000 മണിക്കൂർ നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് ആദ്യം ആലോചിക്കാൻ പറഞ്ഞു. ഏതായാലും ഇന്നത്തെ ഭാരതം ഒരു കാര്യം ഓർക്കണം, സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് 1/3 ഇന്ത്യൻ പട്ടാളം പാകിസ്ഥാനായിരുന്നു. GDP 6 മാത്രം. ആ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ സ്വാധീനവും അധികാര സാധ്യതയും എല്ലാം ഉള്ളൊരു കാലഘട്ടത്തിൽ നിന്ന് നശിച്ച് നാരായണക്കല്ല് പിടിച്ചിരിക്കുകയാണ്. ഇന്ന് ഭാരതത്തിനെതിരെ ഒരു ആക്രമണത്തിന് വരുന്നതിനുള്ള സാധ്യത വളരെ വിരളമാണ്. സൈനിക താല്പര്യത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ നടത്തും എങ്കിൽ പോലും. പക്ഷെ അതേസമയം തന്നെ ഒരു കാര്യം നമ്മൾ ഉൾക്കൊള്ളണം, ഭാരതത്തിൻ്റെ രാഷ്ട്രം, ഭാരതത്തെ ഭരിക്കുന്ന ആളുകൾ എത്ര ധർമ്മബോധമുള്ളവരാണെന്ന് ആലോചിക്കാം. പാകിസ്ഥാനെതിരെ കടന്നാക്രമണത്തിന് പറ്റുന്ന സന്ദർഭങ്ങൾ പലതും ഉണ്ടായെങ്കിലും ബലഹീനമായിരിക്കുന്ന, തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന, ലോകത്തിൻ്റെ മുമ്പിൽ ഭിക്ഷാപാത്രമായി പോകുന്ന പാകിസ്ഥാനെ കടന്നാക്രമിക്കാമെന്ന് നമ്മൾ കരുതുന്നില്ല. അവരുടെ അന്തർചിത്രം കൊണ്ട് തന്നെ പലതായിക്കോളും. പിന്നെ അങ്ങ് പറഞ്ഞൊരു കാര്യം, അവിടെ ഇപ്പോൾ അജ്ഞാതൻ്റെ വെടി എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, ഇത് പാകിസ്ഥാൻ തന്നെ ഈ പറയുന്ന ഇനിയുള്ളത് നമുക്ക് അപകടമെന്ന് കണ്ടുകൊണ്ട് ചെയ്യുന്നതാണോ, അവർ തന്നെ ഇതില്ലാതാക്കുന്നതാണെന്ന് ഒരു സംശയമുണ്ട്. എന്തായാലും ഭാരതം കൂടുതൽ സുരക്ഷിതമായ സാഹചര്യത്തിലേക്കാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നക്സൽവാദികളെ ഇല്ലാതാക്കുകയാണ്, ഇസ്ലാമിക ഭീകരവാദികളെ അവരുടെ മടയിൽ ചെന്ന് പിടിക്കുകയാണ്, പാശ്ചാത്യ ഇടപെടലുകളെ വേണ്ട തരത്തിൽ തടഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഭാരതം സുരക്ഷിതമായ ഒരു ഭാവിയിലേക്ക് നീങ്ങുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.